ബ്ലൂമിംഗ് ഫോമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവിലുപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഒരു വലിയ സവാള ഞാൻ തൊണ്ടൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, ഒരു 2 വേപ്പില, ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് പൊടിയായി ഉള്ളിപ്പൊടിയായി അരിഞ്ഞെടുക്കണം. പച്ചമുളക് വട്ടത്തിലരിയണം. അതിൻ്റെ കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ നിലക്കടല കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായവ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിലാണ്. ഇത് കട്ടിയുള്ള വെളുത്ത അവലാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇതിലേക്ക് ഒന്ന് സോഫ്റ്റ് ആക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി അല്പം വെറും പച്ചവെള്ളം, സാദാ വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി ഒന്ന് പിഴിഞ്ഞ് അപ്പോൾ തന്നെ എടുത്ത് മാറ്റി വയ്ക്കേണ്ടതാണ്. കൂടുതൽ നേരം കഴുകിയൊന്നും ചെയ്യരുത്. വെള്ളത്തിലിടരുത്, അലുത്ത് പോകും. ഒറ്റ പ്രാവശ്യം വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചാൽ മതി. ഇനി ഒരു നോൺ സ്റ്റിക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്ന നിലക്കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിലക്കടല ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അത് കോരി മാറ്റി വയ്ക്കേണ്ടതാണ്. നിലക്കടല കരിഞ്ഞു പോകാതെ പാകത്തിന് തന്നെ എടുക്കണം. ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു ചെറിയ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകമാണ് ചേർത്തിരിക്കുന്നത്. ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. 2 വേപ്പിലയും ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇത് രണ്ടും കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. സോഫ്റ്റ് ആയാൽ മതി, അല്ലാണ്ട് ബ്രൗൺ നിറമാകുകയൊന്നും ചെയ്യണ്ട. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുനീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി വെച്ച് ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തീ എപ്പോഴും കുറഞ്ഞതിൽ തന്നെ ഇടുന്നതാണ് നല്ലത്. തീ കൂട്ടി വെച്ച് ഉള്ളി കരിഞ്ഞു പോകരുത്. ഉള്ളി ഒന്ന് ഇളക്കി സോഫ്റ്റ് ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഉള്ളിയെല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് പിരിയൻ മുളകിൻ്റെ പൊടിയാണ്, എരിവില്ലാത്തതാണ് ചേർത്തിരിക്കുന്നത്. നല്ലവണ്ണം ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. അതിലേക്ക് നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന അവില് ചേർത്ത് കൊടുക്കാം. കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ വെന്ത് കഴിഞ്ഞാലും ഇത് ഉരുണ്ട് തന്നെ ഇരിക്കും. നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന നിലക്കടല കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മൂത്ത് ഒന്ന് വെള്ളത്തിൽ കഴുകിയതിൻ്റെ ചുവയെല്ലാം മാറണമല്ലോ. അതിന് വേണ്ടിയിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അല്പനേരം പാത്രം മൂടി വെച്ച് കൊടുക്കാം. അടുത്ത് നിന്ന് തന്നെ ഉണ്ടാക്കേണ്ട കാര്യമാണ്. ഇത് വെച്ചിട്ട് ദൂരെയൊന്നും പോകരുതാരും. കൊണ്ട് നല്ല എല്ലാം ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം കായം വിതറി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ എല്ലാം ശരിയാണോ ഇല്ലെന്ന് നോക്കണം. മല്ലിയില കൂടി തൂക്കി അലങ്കരിച്ച് ഉപയോഗിക്കാം. എൻ്റെ ചാനൽ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.